കുറേ പ്രസംഗം കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ ആലോചിക്കായിരുന്നു, ഈ 40 സെക്കൻഡുള്ള റീല് പോലും 2x കേൾക്കുന്ന ആൾക്കാരാണ് അവർ. അവർക്ക് പ്രസംഗങ്ങളൊന്നും എത്ര താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എന്തായാലും പ്രസംഗിക്കുന്നില്ല, കുറച്ച് എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് കഥകൾ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളിങ്ങനെ ഒരു പുസ്തകം വായിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ, ഏതെങ്കിലും ഒരു ഫോം ഓഫ് ആർട്ട്, ഏതെങ്കിലും ഒരു ആർട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നതിനിടയിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകുന്ന ചില സമയങ്ങളുണ്ട്. എസ്പെഷ്യലി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് ശരിക്കുണ്ടാവും. ചില മൊമെൻറ്റിൽ നമ്മൾ സ്റ്റക്കാവും. നമ്മളവിടെ അടച്ചു വെക്കും പുസ്തകം, പിന്നെ വായിക്കാൻ കഴിയില്ല കുറച്ച് നേരത്തിന്. അങ്ങനെ എനിക്കുണ്ടായ ഒരു 1-2 അനുഭവങ്ങൾ മാത്രം പറയാമെന്ന് വിചാരിച്ചു. ഈ അടുത്ത് വായിച്ചൊരു സംഭവമുണ്ട്. ഒരു പെൺകുട്ടി, അവളൊരു ഓർഫനേജിലാണ് പഠിച്ചത്. അങ്ങനെ അവൾ പഠിച്ചിട്ട് നേഴ്സായിട്ട് മാറി. ഞാൻ അങ്ങോട്ട് വരണോ ആണോ? അവിടെ നിന്നുള്ള പ്രശ്നം തരുമോ? പ്രസംഗിച്ചു. അതാ ഒരു പ്രസംഗം നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി എന്താ അറിയോ? പ്രസംഗം ആവാതിരിക്കുക എന്നുള്ളത്. പ്രസംഗം ആവുന്നതോടുകൂടി അതിൻ്റെ ആസ്വാദനം കുറയും. ഇപ്പം നമ്മൾ 2 ആൾ സംസാരിക്കുമ്പോൾ ഒരാൾ പ്രസംഗിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ കുറേ ആളോട് ഒരാൾ സംസാരിക്കുമ്പോഴും പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ, വർത്തമാനം പറഞ്ഞപ്പോൾ ശരിയല്ലേ? അപ്പോൾ ഒരു പെൺകുട്ടി, അവൾ നേഴ്സായി മാറി. അവൾക്ക് അച്ഛനില്ല, അമ്മയില്ല, സിബ്ലിങ്സ് ആരുമില്ല, കുറച്ച് കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നേഴ്സായി അവൾക്ക് ബാംഗ്ലൂരിലൊരു ആശുപത്രിയിലാണ് ജോലി കിട്ടിയത്. അവിടെ അവൾ വർക്ക് ചെയ്യണ സമയത്ത് ഒരാൾ പനി പിടിച്ചിട്ട് വന്നു, ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ കൂടെ ആരുമില്ല, അയാൾ തനിച്ചാണ്. അപ്പം അയാൾക്ക് വളരെ സ്നേഹപൂർവം ഈ പെൺകുട്ടി ശുശ്രൂഷ കൊടുത്തു, പരിചരിച്ചു, നഴ്സിംഗ് കൊടുത്തു. അയാളൊരു 7 ദിവസത്തോളം ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അപ്പം അത്രയും കാരുണ്യത്തോടെ അയാളെ നോക്കിയ ആ പെൺകുട്ടിയെ അയാൾക്ക് നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല. അയാൾ അവളോട് ചോദിച്ചു, ഞങ്ങൾ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. കാരണം അയാൾക്ക് വേണ്ടത് അതായിരുന്നു, കാരുണ്യം. പ്രണയം പോലും അയാൾക്ക് അതായിരുന്നു ആവശ്യം, കാരുണ്യമുള്ള പ്രണയം. അങ്ങനെ ഒരാളെ അയാൾ കണ്ടു, കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. ആദ്യമൊക്കെ അവൾ എതിർത്തു, പക്ഷേ അവസാനം അവർ ജീവിതത്തിൽ ഒന്നിച്ചു. 2 ആളും 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അത് അവളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും അതോടുകൂടി അവൾക്ക് നഷ്ടപ്പെട്ടു. ആകെ കുറച്ച് ആളാണ് ഉണ്ടായിരുന്നത്. ഇവൾ ഓർഫനേജിലാണല്ലോ പഠിച്ചത്. പിന്നെ ആകെ കുറച്ച് കുടുംബക്കാരുണ്ടായിരുന്നത്, അതും പോയി. ഇവൾ ഒറ്റക്കായി. ഇവൾക്ക് ആകെ ഉള്ളത് അയാൾ മാത്രമാണ്. പക്ഷേ അയാളുടെ പ്രശ്നം, അയാൾ ചിലപ്പോൾ അങ്ങോട്ട് പോവും, പിന്നെ മാസങ്ങൾ കാണാനുണ്ടാവില്ല ആള്. ഇവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്തും അയാളെ കുറേ കാലങ്ങൾ കാണാനില്ലായിരുന്നു. പ്രസവിച്ച സമയത്തും അയാളില്ല, അവൾ ഒറ്റക്ക. ആ കുട്ടി കരയുന്നതിൻ്റെ കൂടെ ആ അമ്മയും കരയും. കുട്ടിയും അമ്മയും ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കും പാതിരാവുകളിൽ. അവൾ പറയാണ്, എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, മരിക്കാൻ തോന്നി എനിക്ക്. കുടം കണക്കിന് ചോര വാർന്നു പോയ ശരീരം, അതിലേറെ തളർന്നു പോയ മനസ്സ്. ഇങ്ങനെ ഹോൾഡ് ചെയ്യാനൊരാളില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ അവൾ തീരുമാനിക്കുകയാണ്, എന്നാൽ മരിക്കാം, അല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. അങ്ങനെ അവൾ എലിവിഷം പോലെയുള്ള എന്തൊരു സാധനം വാങ്ങി വെച്ചു. എല്ലാ ദിവസവും രാത്രി അതിങ്ങനെ എടുത്ത് കുടിക്കാൻ വേണ്ടി ഒരുങ്ങും, കുടിക്കൂല. അപ്പോൾ അവൾ ആലോചിക്കും, എൻ്റെ
കുട്ടിയും എന്നെപ്പോലെ തന്നെ അനാഥനാകേണ്ടി വരുമല്ലോ, എൻ്റെ കുട്ടിക്ക് ആരും ഉണ്ടാവില്ലല്ലോ. ആ ചിന്ത കാരണം അവൾ കുടിച്ചില്ല. പക്ഷെ ഒരു ദിവസം അവൾ ആലോചിച്ചു, എന്നാൽ കുട്ടിയെയും കൊല്ലാം, കുട്ടിയെ കൊന്നിട്ട് സൂയിസൈഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഒരമ്മയ്ക്ക് ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും ക്രൂരമായ കാര്യം ചെയ്യാൻ ആ അമ്മ തീരുമാനിച്ചു. നിവൃത്തിയില്ലഞ്ഞിട്ട്. അങ്ങനെ അന്ന് രാത്രി അവൾ ആ വിഷം ഇങ്ങനെ കയ്യിലെടുത്തു. അവൾ പറയാ, ഞാൻ ആദ്യം എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു, കുഞ്ഞിൻ്റെ ചുണ്ടിലേക്ക് ആ വിഷം ഉറ്റിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരുങ്ങി നിന്നു. ഉറ്റിച്ചില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അമ്മ ഈ കഥ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടി അപ്പോഴേക്ക് വലിയ ആളായി. അമ്മ വൃദ്ധയായി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് മകനോട് ആദ്യമായി ഈ സംഭവം പറയണ. എടാ, ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയ അമ്മയാണ് എന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ വിഷം ഉറ്റിച്ചു തരാൻ ഒരുങ്ങി നിന്ന അമ്മയാണ്. അപ്പോൾ കുട്ടി ചോദിച്ചു, എന്നിട്ട് എന്തേ കൊല്ലാതിരുന്നത് എന്ന് ചോദിച്ചു. കൊല്ലാനല്ലേ വന്നത്, പിന്നെ എന്തേ കൊല്ലാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പം അമ്മ ഒരു മറുപടി പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ വിഷം നിൻ്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ ഉറ്റിച്ചു തരാൻ ഒരുങ്ങിയപ്പോൾ നീ കണ്ണ് തുറന്നു, എന്നിട്ട് എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു. എനിക്ക് ജീവിക്കാൻ തോന്നി. നിൻ്റെ ചിരി കണ്ടപ്പോൾ എടാ എനിക്ക് ജീവിക്കാൻ തോന്നി, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി. നിൻ്റെ ആ ഒരൊറ്റ ചിരി കാരണമാണ് ഞാനും നീയും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആ കുട്ടിയെ നിങ്ങളറിയും. 6 ഭാഷകളിൽ 600-ലേറെ സിനിമകളിൽ അസാധാരണമായ മെയ്വഴക്കം സൃഷ്ടിച്ച, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഭാധനരായ ചലച്ചിത്ര നടന്മാരിൽ ഒരാളായി മാറിത്തീർന്ന ആളാണ് ആ കുട്ടി. ഇന്ന് പ്രകാശ് രാജ് എന്നാണ് പേര്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലേ? പ്രകാശ് രാജിനെ കേട്ടില്ലേ? ഏതൊരു പോപ്പുലർ സിനിമ മലയാളം, പാണ്ടിപ്പടയില്ലേ, ആ തമിഴനില്ലേ? എടാ, ഡൽഹിയിലെ സമരത്തിൻ്റെ മുൻപന്തിയിൽ ആ മനുഷ്യനുണ്ട്. ഡൽഹിയിലെ സമരത്തിൻ്റെ മുന്നിൽ ആ മനുഷ്യനുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒരാളെ നമുക്ക് പേടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാക്കെന്താണ്? കൊല്ലും എന്നുള്ള വാക്കാ, അല്ലേ? അതിനോട് പേടിയില്ലാത്തൊരു മനുഷ്യന് പിന്നെ ആരെയാണ് പേടിയുണ്ടാവുക? എടാ, മരണത്തെ പേടിയില്ലാത്തൊരു മനുഷ്യന് പിന്നെ ആരെയാണ് പേടിയുണ്ടാവുക? കൊല്ലും എന്നുള്ളതല്ലേ ഒരാളോട് പറയാവുന്ന ഏറ്റവും വലിയ ഭീഷണി. ആ ഭീഷണി വഴങ്ങാത്ത ഒരു മനുഷ്യനെ പിന്നെ എന്ത് പറഞ്ഞ് പേടിപ്പിക്കും? അതുകൊണ്ട് അദ്ദേഹത്തെ ആരാണോ പേടിച്ചത് അവർക്ക് അവസാനം മുട്ടുകുത്തേണ്ടി വന്നത് അതുകൊണ്ടാണ്, അല്ലേ? എടാ, ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കുകയും പൂമ്പാറ്റകൾ ബാക്കിയാവുകയും ചെയ്ത ലോകമാണിത്, ആണല്ലോ? ദിനോസറുകളെ ഇന്ന് കാണാനില്ല. ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കുകയും ചെറിയ ചെറിയ പൂമ്പാറ്റകളൊക്കെ ബാക്കിയാവുകയും ചെയ്ത ലോകമാണിത്. അപ്പോൾ ആ അമ്മ പിടിച്ചു നിന്നത് ഒരു കാരണത്തിൽ നിന്നിട്ടാണ്. പിടിച്ചു നിൽക്കണമെങ്കിൽ മനുഷ്യന് ഒരു കാരണം വേണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഇതേപോലെ ഞാൻ വായിച്ച മറ്റൊരു സന്ദർഭമുണ്ട്. ഇതേപോലെ തന്നെ എപ്പോഴും എൻ്റെ വണ്ടിയിലുണ്ടാകുന്നൊരു 4-5 പുസ്തകങ്ങളുണ്ട്, ചെറിയ പുസ്തകങ്ങളുണ്ടാവും. അതിലൊരു പുസ്തകമാണിത്. ആകെ 100 പേജിൽ താഴെയുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഇതിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എടാ, ജീവിതത്തിൽ ആ പുസ്തകം വായിക്കാതെ പോകരുത് കേട്ടോ.
അതിൻ്റെ ഇംഗ്ലീഷോ മലയാളമോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ വായിക്കണം. അത്രയേറെ നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കരുത്ത് തരുന്ന 100 പേജുകളാണ്. എവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ വായിച്ചാലും നമ്മളെ ഇങ്ങനെ താങ്ങി നിർത്തും വിധം നമ്മളെ സ്വാധീനിക്കുന്ന പേജുകളാണ്. അതിൻ്റെ കാരണം എന്താ അറിയോ? ഇത് എഴുതിയത് ഒരു എഴുത്തുകാരനല്ല. അതാണ്. അയാൾ എഴുതാൻ വേണ്ടി വന്ന ആളൊന്നുമല്ല. അയാൾ ഡോക്ടറാണ്, ന്യൂറോ സർജനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ന്യൂറോ സർജനിലൊരാളാണ്. MBBS കഴിഞ്ഞ ഉടനെ അദ്ദേഹം നേരെ പോകുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കാണ്. അറിയാലോ, ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ ഉണ്ടാക്കിയ ക്യാമ്പായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പ്. എങ്ങനെ കൊല്ലുമെന്നറിയാമോ? 100 കണക്കിന് ആളുകളെ ഗ്യാസ് ചേമ്പറിലേക്ക് ഇട്ട് കുത്തി നിറച്ചിട്ട് കൊന്നുകളയും. ഗ്യാസ് ചേമ്പറിലിട്ടിട്ട് ചുട്ട് കൊല്ലുകയാണ്. എത്ര ആളെ കൊന്നു എന്നൊരു കണക്ക് പോലും ഇല്ല. എത്ര മനുഷ്യരെയാണ് കൊന്നതെന്ന് പോലും കണക്കില്ല. അത്രയും വലിയ ദുഷ്ടനായ മനുഷ്യനായിരുന്നു ആര്? ഹിറ്റ്ലർ. പക്ഷേ ഹിറ്റ്ലർ വെറുതെ ദുഷ്ടനായതൊന്നുമല്ല കേട്ടോ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലമൊന്ന് വായിക്കണം, കുട്ടിക്കാലമൊക്കെ ഒന്ന് വായിച്ചു നോക്കണ്ടോ. അയാളെ വേറെ കുറേ ആളുകൾ അങ്ങനെ ആക്കിയതാണ്. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. ചിത്രം വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു ഹിറ്റ്ലർ. അറിയോ? ചിത്രകാരനായിരുന്നു. ഒരു പെണ്ണ് കിട്ടിയാൽ അപ്പൊരു ചിത്രം വരക്കും, ഒരു കളറ് കിട്ടിയാൽ അപ്പൊരു ചിത്രം വരക്കും. അങ്ങനെ ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ അച്ഛൻ, ഈ കുട്ടി ചിത്രം വരച്ചത് എവിടെ കണ്ടാലും അച്ഛനത് ചീന്തി എറിയും. ചുമരിൽ ചിത്രം വരച്ചത് കണ്ടാൽ അച്ഛൻ ആ കുട്ടിയെ അടിക്കും. അടി എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിയിട്ടിട്ടുള്ള അടിയാണ്, ചെറിയ അടിയൊന്നുമില്ല. ആ കുട്ടിക്ക് രാത്രിയെ ഇരുട്ടിനെ ഭയങ്കര പേടിയായിരുന്നു. ഇരുട്ടിനെ പേടിയായതുകൊണ്ട് അച്ഛൻ എന്താ ചെയ്യാന്നറിയോ? കുട്ടിയെ ഇരുട്ടത്തിരുത്തിയിട്ട് വാതിലടച്ചിട്ട് കിടന്നുറങ്ങും. ആ കുട്ടിക്ക് ഇരുട്ടിനോടുള്ള പേടിയല്ല ഉണ്ടായത്, പേടിയല്ല മാറിയത്, അച്ഛനോടുള്ള ദേഷ്യമാണ് ഉണ്ടായത്. പക, ചെറിയ ദേഷ്യമൊന്നുമില്ല. അച്ഛൻ ജൂതനായതുകൊണ്ട് അതുകൊണ്ട് ജൂതന്മാരോട് മുഴുവനും ദേഷ്യം. ഈ കുട്ടിയുടെ അച്ഛന് ഒരു പെങ്ങളുണ്ടായിരുന്നു, അമ്മായി ഉണ്ടായിരുന്നു. അമ്മായിക്ക് ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. കുട്ടി ഇങ്ങനെ മണ്ണെണ്ണ വിളക്കിൻ്റെ അടുത്തിരുന്നിട്ട് വായിക്കണ സമയത്ത് ഈ അമ്മായി വന്നിട്ട് മണ്ണെണ്ണ വിളക്ക് തട്ടിമറിക്കും. ഒരു ദിവസം ആളി കത്തി, കുട്ടിയുടെ മുടിയൊക്കെ കരിഞ്ഞു പോയി, ഡ്രസ്സൊക്കെ കരിഞ്ഞു പോയി. അങ്ങനൊരു കുട്ടി വലുതായാൽ ചിലപ്പോൾ ആ മുറിവ് അതേപോലെ തന്നെ ഉണ്ടാവും. അതാ കുട്ടിയുടെ കുഴപ്പമല്ല, ആണോ? എടാ, ഒരു പുളിങ്കുരു ഇല്ലേ, പുളിങ്കുരു നനവുള്ള സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. ഒരു ചെടിയായിട്ട് ഇങ്ങനെ വരൂലേ? ചെടിയായിട്ട് വരുന്ന സമയത്ത് ഒരു മൊട്ടുസൂചി കൊണ്ട് ചെറിയൊരു കുത്തു കൊടുത്തു കൊണ്ടു. പുളി മരമായാലും ആ കുത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പുളി മരമായതിനു ശേഷം കുത്തി നോക്കൂ, മുട്ടുസൂചി കൊണ്ട്. വേണ്ട, മഴ കൊണ്ട് വെട്ടി നോക്കൂ, നമ്മളും മഴവും തെറിച്ചു പോവും. കുട്ടിക്കാലത്ത് കിട്ടിയത് മനുഷ്യനോടൊപ്പം വളരും. മനുഷ്യന്മാർ ഒരൊറ്റ പ്രാവശ്യമേ ഈ ലോകത്തെ കാണുന്നുള്ളൂ എന്നാണ് പറയുക. പിന്നുള്ളതൊക്കെ ആ കണ്ടതിൻ്റെ ഓർമ്മകൾ മാത്രമാണ്. ആ കാലമാണ് കുട്ടിക്കാലം. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളോടും കുട്ടിക്കാലത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കണ്ണ് നിറയാതെ കടന്നു പോകുന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലെ കുട്ടി വളരുന്നില്ല. ആ കുട്ടിക്കൊന്നും അറിയില്ല. നമ്മുടെ ശരീരം മാറിയതൊന്നും ആ കുട്ടി അറിയണില്ല. ഹിറ്റ്ലർ ആ നാടിൻ്റെ ഭരണാധികാരിയായി മാറി ആണല്ലോ. എന്നിട്ട് ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? അച്ഛൻ്റെ കുഴിമാടം കുഴിച്ചു. എന്നിട്ട് അവസാനത്തെ എല്ലിൻ്റെ കഷ്ണവും എടുത്തിട്ട് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് പുഴയിൽ എറിഞ്ഞു. ഈ സംസാരിക്കാൻ ചെറിയ പ്രയാസമുള്ള ആളുകളുണ്ടാവില്ലേ, ചുണ്ടിന് എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ട്, ആ ആളുകളെ അടക്കം തൻ്റെ നാട്ടിൽ നിന്ന് നാട് കടത്തി. ആരോടുള്ള ദേഷ്യം? അമ്മായിയോടുള്ള ദേഷ്യം. ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആളുകൾ എൻ്റെ നാട്ടിലുണ്ടാകാൻ പാടില്ല എന്ന്. അയാളുടെ ദുഷ്ടത്തരം ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യരെ ബാധിച്ചു. അയാളുടെ ഉള്ളിലെ മുറിവേറ്റ കുട്ടിയുടെ മനസ്സ് എത്രയോ മനുഷ്യരുടെ ജീവനെ നഷ്ടപ്പെടുത്തും വിധം ലോകത്തെ ആകെ സ്വാധീനിച്ചു. സ്വന്തം ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ,
അവളുടെ അമ്മയെ കാണാൻ വേണ്ടി പോയതിൻ്റെ പേരിൽ ആ ഭാര്യയെ വെടിവെച്ച് കൊന്ന മനുഷ്യൻ്റെ പേരാണ് ഹിറ്റ്ലർ. ആ ദുഷ്ടത്തരം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അമ്മയുടെ അടുത്ത് പോകരുതെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. അമ്മയെ കാണാൻ ഒരു കുട്ടി പോകില്ലേ? അമ്മയെ കാണാൻ പോയതിൻ്റെ പേരിൽ ആ ഭാര്യയെ വെടിവെച്ച് കൊന്ന ആളുടെ പേരാണ് ഹിറ്റ്ലർ. അങ്ങനെ അവസാനം എന്താ സംഭവിച്ചത്? എങ്ങനെ മരിച്ചതെന്നറിയോ നിങ്ങൾക്ക്? ഹിറ്റ്ലർ എങ്ങനെ മരിച്ചതെന്നറിയോ? അയാൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു, അവൾക്ക് വിഷം കൊടുത്തു. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നായ ഉണ്ടായിരുന്നു, ആ നായക്കും വിഷം കൊടുത്തു. എന്നിട്ട് വിഷം കഴിച്ച് ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് പോയി. അങ്ങനെയായിരുന്നു അവസാനം. ഒരു നല്ല മരണം പോലും കിട്ടിയില്ല. 10,000-കണക്കിന് മനുഷ്യർ സുരക്ഷാ ഭടന്മാരായി കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അയാൾ എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന 10,000-കണക്കിന് പട്ടാളക്കാരുള്ള മനുഷ്യനായിരുന്നു. അവസാനം ആരുമില്ല. അവസാനം കൂടെ ഉണ്ടായിരുന്നതൊരു പട്ടിയും ഒരു കാമുകിയും മാത്രമാണ്. ആ രണ്ടാളെയും കൊന്നിട്ട് അയാൾ സൂയിസൈഡ് ചെയ്തു. ഞാൻ പറഞ്ഞ ആളില്ലേ, അയാൾ ഈ ഹിറ്റ്ലറിൻ്റെ ദുഷ്ടത്തരം കാരണം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടു പോയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിക്ടർ ഫ്രാങ്കിൾ എന്നാണ്. എന്താ പേര്? നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. പുസ്തകത്തിൻ്റെ പേരെന്താണ്? എ മാൻ സെർച്ച് ഫോർ മീനിങ്. മനുഷ്യൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അത്രയേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരാൾ ആലോചിച്ച പുസ്തകമാണ്. അങ്ങനെ ഇയാളുടെ എല്ലാ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ഹിറ്റ്ലർ കൊന്നു. ഇയാളുടെ പെങ്ങളെ അല്ലാത്ത മുഴുവൻ ആളുകളെയും കൊന്നു. അങ്ങനെ ഒറ്റക്കായി പോയ ഒരാൾക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല. ചെറിയ പ്രായമാണ്. അയാൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അയാൾ ജയിലറയിലാണല്ലോ, തടവറയിലാണല്ലോ. അപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ ആയുധങ്ങളൊന്നും അയാളുടെ കയ്യിലില്ല. അവസാനം അയാൾ ആലോചിച്ചു, കുറച്ച് ദിവസം മുന്നേ ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു ബ്ലേഡ് ഉണ്ട്, അവിടെ എവിടെയോ ഉണ്ട്, ഇരുട്ടാണല്ലോ കാണുന്നില്ല. അപ്പോൾ ഇതുപോലൊരു ബെഞ്ച് ഇങ്ങനെ വെച്ചിട്ട് അയാളിങ്ങനെ കയറിയിട്ട് അവിടെ ചെറിയൊരു ജനാലയുണ്ട്, ആ ജനാല ഇങ്ങനെ തള്ളി തുറന്നു. എന്തിനു വേണ്ടിയിട്ട്? മുറിയിലേക്ക് വെളിച്ചം വരാൻ വേണ്ടിയിട്ട്. പക്ഷെ മുറിവിലേക്കാണ് വെളിച്ചം വന്നത്. മുറിയിലേക്ക് വെളിച്ചം വരാനാണ് ജനാല തുറന്ന്, പക്ഷേ വെളിച്ചം വന്നത് മുറിയിലേക്ക് മാത്രമായിരുന്നില്ല, അയാളുടെ മുറിവിലേക്ക് കൂടിയായിരുന്നു. അയാൾ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി, ആ ജനാലയിലൂടെ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ കാണുന്നതെന്നറിയോ? നിറയെ പൂക്കൾ. യൂറോപ്പിൽ പെട്ടെന്ന് സീസൺ മാറും. കുറച്ച് ദിവസം മുന്നേ അയാൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വരണ്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു, ഉണങ്ങിയ മുറ്റമായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ നിറയെ പൂക്കളാണ്. അപ്പോൾ അയാൾ ആലോചിച്ചതാണ്. എന്താ ആലോചിച്ചതെന്നറിയോ? ഇപ്പം എൻ്റെ ജീവിതം ഉണങ്ങിയതാ, കുറച്ച് കഴിഞ്ഞാലൊക്കെ ശരിയാവുമല്ലോ എന്ന്. ആ ഒറ്റ ചിന്തയിൽ അയാൾ താഴേക്ക് ഇറങ്ങി ആ ബ്ലേഡ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ദാറ്റ് വാസ് ദ ഡേ ഓഫ് മൈ റിസറക്ഷൻ എന്നാണ് അദ്ദേഹം എഴുതിയത്. അതായിരുന്നു എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തിരുനാൾ. മരിക്കാൻ പോയ മനുഷ്യനായിരുന്നേ. ഒറ്റ ചിന്ത, ഒക്കെ ശരിയാവുമല്ലോ, ആ ഒരു ചിന്തയിൽ. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ? കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള കുറച്ച് ആൾക്കാരാണല്ലോ ആകെ കാണുന്നത്, വേറെ ആരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ ആ മനുഷ്യന്മാരോട് അദ്ദേഹം സംസാരിച്ചു. ആ സംസാരിച്ച പുസ്തകമാണിത്. അദ്ദേഹം സംസാരിച്ചപ്പോൾ 2 തരം മനുഷ്യരെ കണ്ടു എന്നാണ് അദ്ദേഹം പറയണത്. 2 ടൈപ്പ് മനുഷ്യർ. ഒന്നാമത്തെ ടൈപ്പ് എന്താണെന്നറിയോ? ഇവിടെ ഒക്കെ തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഇനിയൊന്നും ശരിയാവില്ല, ഇനിയൊരു മടക്കമില്ല, കഴിഞ്ഞു, ഹിറ്റ്ലർ നമ്മളെ കൊല്ലും, ഗ്യാസ് ചേമ്പറിൽ അവസാനിക്കുന്ന ആയുസ് എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ വിചാരിക്കുന്നത് എന്താണ്? ഒക്കെ ശരിയാവും, ഒക്കെ ശരിയാവും, ഇവിടുന്ന് പോവും, ജീവിതമൊക്കെ മാറും, വസന്തം വരാനുണ്ട് എന്ന് ചിന്തിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. ഈ 2 തരം മനുഷ്യരെക്കുറിച്ചാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യണത് എങ്ങനെയാണ്? എന്താണെന്നറിയോ? ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണം.
അതാ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി പറയണല്ല. ജീവിക്കണമെങ്കിൽ മനുഷ്യന് ഒരു കാരണം വേണം. ആ കാരണം ഒരാൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പിന്നെ എന്തൊക്കെയാണ് കയറി വരിക എന്ന് പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. മനസ്സിലായോ? ഒരു മനുഷ്യന് ജീവിക്കാനൊരു കാരണം വേണമെന്ന് പറഞ്ഞാൽ ആ കാരണം അയാളുടെ ഉള്ളിൽ നിറയും. ആണല്ലോ. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ജീവിക്കും, ഉറപ്പായിട്ടും. എടാ, നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ നദിയാണ്, നദികളിലൊന്നാണ് ഗംഗാ നദി. ആണല്ലോ. ഗംഗാ നദിയുടെ പ്രത്യേകത ഇങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്, ഭയങ്കര വീതി കൂടിയ നദിയാണ്. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഗംഗയുടെ അടുത്ത് പോയിട്ടുണ്ടോ? ഗംഗാ നദിയുടെ കരയിൽ പോയിട്ട് നിന്നിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേട്ടോ, എന്നെങ്കിലും ഒരിക്കൽ വെറുതെ ആ പുഴയുടെ കരയിൽ ഇങ്ങനെ പോയിട്ട് നിൽക്കണം. ഞാൻ നിന്നിട്ടുണ്ട്. എടാ, എന്തൊരു അനുഭവമാണെന്നറിയാതെ. ആ പുഴയിലൂടെ പൂക്കളിങ്ങനെ ഒഴുകിപ്പോവും. ആ പൂക്കളുടെ പിറകെ പാതി വെന്ത ശരീരഭാഗങ്ങളും ഒഴുകിപ്പോവും. പൂക്കളെയും പാതി വെന്ത ശരീരഭാഗങ്ങളെയും ഒരേപോലെ സ്വീകരിച്ച് ആ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. എക്സാക്ട്ലി ലൈഫ്. ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. ചിലത് വരും, അതിൻ്റെ കൂടെ ഒഴുകല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അത് നമുക്ക് വേണ്ടിയുള്ളതായിരുന്നു. മനസ്സിലായില്ലേ? ഇമാം ഷാഫി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു, വലിയ സ്കോളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടമാണ്, ജീവിതത്തിൽ ഭയങ്കര വിഷമങ്ങളാണ്, എങ്ങനെ നോക്കിയാലും എനിക്കൊരു സമാധാനമല്ല, ഞാൻ എന്ത് ചെയ്യണം, മരിക്കണോ ജീവിക്കണോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അവൻ്റെ തോളിലിങ്ങനെ പിടിച്ചിട്ട് അവനെ കൊണ്ടുപോയത് ഒരു പുഴയുടെ കരയിലേക്കായിരുന്നു. എന്നിട്ടിങ്ങനെ കാണിച്ചു കൊടുത്തടാ, പുഴ കാണുന്നില്ലേ? ആ കാണുന്നുണ്ട്. ആ പുഴ ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ വലിയ പാറക്കെട്ടുകളെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പോൾ പുഴ എന്താ ചെയ്യുന്നത്? ആ പാറക്കെട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ സ്തംഭിച്ചോ? സ്റ്റക്കായോ? ഇല്ല. പിന്നെയോ? പാറയുടെ രണ്ട് ഭാഗത്തു കൂടെ ഒഴുകുന്നു. ആണല്ലോ. ഇതേ നടക്കുള്ളൂ. ചില കല്ലുകളെ നീക്കണ്ട, നടക്കൂല. ജീവിതത്തിലേക്ക് വന്നു വീഴുന്ന ചില കല്ലുകളെ നീക്കാൻ ശ്രമിക്കണ്ട, നടക്കൂല. ആ കല്ല് എവിടേക്കും പോകില്ല. നീ ഒഴുകി 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 ആ കല്ലിന് മിനുസം വരിക എന്നല്ലാതെ ആ കല്ലിനെ മാറ്റാൻ നോക്കണ്ട, സൈഡിലൂടെ പോയിക്കോ. അതാണ് ഗംഗയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ കണ്ടത്. ഞാൻ കണ്ടതാണ്. ഇങ്ങനെ കരിഞ്ഞ ഒരു കയ്യിൻ്റെ ഭാഗം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ചിതയിൽ നിന്ന് എറിഞ്ഞതാണ്, അങ്ങോട്ട് ഒഴുക്കിയതായിരിക്കുമല്ലോ. അപ്പോൾ നിറയെ പൂക്കളിങ്ങനെ ഒഴുകിപ്പോവും. പൂവിൻ്റെ മാലകളൊക്കെ, എന്താ നമ്മൾ പൂച്ചെണ്ടുകളൊക്കെ അല്ലേ, പൂമാലകൾ, അതൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന കാണാം. അതിൻ്റെ പിറകെ ഇങ്ങനെ പാതി വെന്തൊരു കയ്യിൻ്റെ ഭാഗവും ഇങ്ങനെ പോകുന്നു. ശരി. അപ്പോൾ ഈ ഗംഗയുടെ പ്രത്യേകത ഇങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്. പക്ഷെ ഈ നദിയില്ലേ, ഒരു സ്റ്റേറ്റിലെത്തുമ്പോൾ, ഒരു സംസ്ഥാനത്തെത്തുമ്പോൾ അതിൻ്റെ വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇങ്ങനെ ഒഴുകിയിരുന്ന ആളില്ലേ, ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. ഇങ്ങനെ കൂർപ്പിച്ച് ഒഴുകാൻ തുടങ്ങും. കൺവേർജ് ചെയ്ത് ഒഴുകാൻ തുടങ്ങും. ആ സ്റ്റേറ്റിലെത്തുമ്പോൾ അതിൻ്റെ പേരും മാറും. പേര് മാറി, സ്വഭാവം മാറി, രൂപം മാറി, ഒഴുക്കിൻ്റെ രീതി മാറി, ഒക്കെ മാറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഉണ്ടോ? അങ്ങനെ സംഭവമുണ്ട്. അതേതാ സ്റ്റേറ്റ് എന്നറിയോ? ബംഗാൾ. ബംഗാളിലെത്തുമ്പോൾ ഗംഗയുടെ പേരെന്താണെന്നറിയോ? ഹൂഗ്ലി. പരന്നൊഴുകിയിരുന്ന ഒരാള് ഇങ്ങനെ കൂർപ്പിച്ചൊഴുകാൻ തുടങ്ങുന്നു, ശ്രദ്ധിച്ചൊഴുകാൻ തുടങ്ങുന്നു. അയാളുടെ പേര് മാറുന്നു, അയാളുടെ രീതി മാറുന്നു, അയാളുടെ സ്വഭാവം മാറുന്നു. എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഗംഗയ്ക്ക് ബംഗാൾ ഉൾക്കടലിൽ ചെന്നു വീഴാൻ സമയമായി. അതുകൊണ്ടാണ്. കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്നൊരു കവിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൽപ്പറ്റ നാരായണൻ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. കവിതയുടെ പേരെന്താണെന്നറിയോ? ബുദ്ധൻ. എന്താണ്? ബുദ്ധൻ. നമ്മൾ ദൈവമുണ്ടോ ഇല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കൂലേ, അതിനെക്കുറിച്ചുള്ള കവിതയാണ്. 4 വരിയുള്ളൂ കേട്ടോ. ദൈവം എന്നൊന്നും കവിതയെ പറയണില്ല കേട്ടോ. കവിത എത്രയേ ഉള്ളൂ.
വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ. കിട്ടിയോ? ദൈവമുണ്ടോ ഇല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കില്ലേ? അതിനെക്കുറിച്ചാ. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ. അപ്പോൾ നമ്മളെന്താടാ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഗംഗ എന്തായി? ഗംഗ എവിടെ എത്തി? ബംഗാൾ ഉൾക്കടലിൽ. അതാ, ബംഗാൾ ഉൾക്കടലിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായോ? എന്താ പറഞ്ഞേ? ഇങ്ങനെ പരന്നൊഴുകിയിരുന്ന ഒരു പുഴ, പരന്നൊഴുകിയിരുന്ന ഒരു പുഴ ഒരു സ്ഥലത്തെത്തുമ്പോൾ ശ്രദ്ധിച്ചൊഴുകാൻ തുടങ്ങുന്നു. അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചൊഴുകാനുള്ള കാരണം ബംഗാളിലെത്തുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. അതാണ് ആ ലക്ഷ്യമാണ് എന്ത്? ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടൽ എന്നൊരു ലക്ഷ്യം വന്നതോടെ ആ പുഴയ്ക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഒഴുകണം. ലക്ഷ്യമില്ലാത്ത കാലത്ത് എങ്ങനെ വേണമെങ്കിലും ഒഴുകാം. മനസ്സിലായോ? ഒരു ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. വളരെ അശ്രദ്ധമായ സമയങ്ങളായിരിക്കും. അയാൾ എവിടെയെത്തും? അയാളെ ആരും കൊണ്ടുപോകും. അയാളുടെ ഉള്ളിൽ വലിയൊരു ശൂന്യത കിടക്കുന്നുണ്ട്. ആ ശൂന്യതയിലേക്ക് എന്തും കയറി വരും. വേറെയുള്ള ആളുകളുടെ അജണ്ടകൾ കയറി വരൂലേ? ഒരു ലക്ഷ്യമുള്ള ഒരാൾക്കോ ആ ലക്ഷ്യമാണ് അയാളുടെ അജണ്ട. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ മക്കയിൽ ആളുകൾ ഇങ്ങനെ ഒരു കറുത്ത സ്ക്വയർ ഉണ്ട്, കഅബ എന്നാ പറയുക. കഅബയുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങുന്ന ഫോട്ടോസ് കണ്ടിട്ടുണ്ടോ? വീഡിയോസൊക്കെ ഭയങ്കര രസമാണ്. എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾ ഒരു കറുത്ത സ്ക്വയറിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും 24 hours. ഞാൻ 2013 അവിടെ പോയിട്ടുള്ളത്. അന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ രാത്രി ആ പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറി. എന്തിനു വേണ്ടിയിട്ടറിയോ? ഈയൊരു ഒഴുക്കുണ്ടല്ലോ, ഈ പ്രദക്ഷിണം, ആ പ്രദക്ഷിണം കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആ പള്ളിയുടെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് അത് കാണാൻ. നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണം തന്നെ, അതന്നെ സംഭവം. അതിൻ്റെ അതേ ആകൃതിയുമാണ്. ഈ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വസ്ത്രം ധരിക്കും. ആ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ പൂണൂല് ധരിക്കുന്ന അതേപോലെയാണ്, അതേ കളറുമാണ്. ക്ഷേത്ര പ്രദക്ഷിണം പോലെ തന്നെയാണ് കഅബയുടെ പ്രദക്ഷിണം. ആ പ്രദക്ഷിണത്തിന് പറയുന്ന പേര് ത്വവാഫ് എന്നാണ്. ത്വവാഫ് എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം എന്നുള്ള വാക്കിൻ്റെ അറബി വാക്കാണ്. 10,000-കണക്കിന് ആളുകൾ ഒരു സാധനത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരാൾ പോലും തെറിച്ചു പോണില്ല, ഒരാൾ പോലും വഴി മാറിപ്പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇത്രയേറെ ആളുകളില്ലേ, ഒരാൾ പോലും ഇങ്ങനെ വഴി തെറ്റിപ്പോകാത്ത എന്തുകൊണ്ടാണെന്നറിയോ? തെറിച്ചു പോകാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നടുവിലെ സാധനം ഉണ്ടായതുകൊണ്ടാണ്. ആണല്ലോ. ആ സാധനത്തിന് വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഖിബില എന്നാണ് വിളിക്കുക. ഖിബില എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ലക്ഷ്യം. നിങ്ങളുടെ ഉള്ളിലുള്ള ലക്ഷ്യം എന്താണോ നിങ്ങൾ അതിൻ്റെ ചുറ്റും കറങ്ങും. നിങ്ങൾക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. പൈസ ചിലവാക്കും, വെയിൽ കൊള്ളും, മഴ കൊള്ളും, ഉറക്കമൊഴിക്കും, നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാവില്ല. എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് അതിനു വേണ്ടിയിട്ട്. ഒരു ഗസലുണ്ട്, അതാരാ എഴുതിയത് എനിക്ക് ഓർമ്മയില്ല. ആ ഗസലിൻ്റെ തുടക്ക വാക്യം, ഒന്നാമത്തെ വരി എന്താണെന്നറിയോ? നിൻ്റെ മുഖം എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? നീയെങ്ങാനും അറിയാതെ ഒരു പ്രണയത്തിൽ പെട്ടുപോയോ? നിൻ്റെ മുഖം എന്താണ് ഇങ്ങനെ തളർന്നിരിക്കുന്നത്? നിൻ്റെ ആ പഴയ തേജസ്സൊക്കെ എവിടെ പോയി? അറിയാതെ നീ എങ്ങാനും ഒരു പ്രണയത്തിൽ പെട്ടുപോയോ? ആ പ്രണയം എന്തോ ആവാം, മനുഷ്യൻ തന്നെ ആവണമെന്നൊന്നുമില്ല. ഉള്ളിൽ നിറയണത് എന്താണോ അതാണത്. അതിനു വേണ്ടി ഒരാൾ കഷ്ടപ്പെടും, അധ്വാനിക്കും, ക്ഷീണിക്കും, ഉറക്കമൊഴിക്കും, നേടിയെടുക്കും. അങ്ങനൊരു സ്വപ്നം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ ജീവിതം എത്ര അശ്രദ്ധമായിരിക്കും എന്നാലോചിച്ചു നോക്കൂ. അതാണ് ആ ഗംഗയുടെ ഉദാഹരണം പറഞ്ഞത്.
ലക്ഷ്യമില്ലാത്ത കാലത്ത് ഗംഗ ഇങ്ങനെ പരന്നൊഴുകിയിരുന്നു. ലക്ഷ്യമുള്ള കാലത്ത് ഗംഗ ഇങ്ങനെ ശ്രദ്ധിച്ചൊഴുകാനും തുടങ്ങി. അത്രയേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ സ്മാൾ ലെറ്ററിൽ ഐ എന്ന് എങ്ങനെ എഴുതുക? ഐ എന്ന് ഒരു വരയും മുകളിലൊരു കുത്തും കൊടുക്കും, ആണല്ലോ. അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടോ? ഒരത്ഭുതമില്ല. എന്നാൽ അതിങ്ങനെ തിരിച്ചിട്ടല്ലോ. നമ്മളതിന് വിളിക്കുന്ന പേരെന്താ? എക്സ്ക്ലമേഷൻ എന്ന് വിളിക്കുക. ഏതൊരു ഐയുടെ ഉള്ളിലും മറഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷനുണ്ട്. ഐ മീൻസ് ഇൻഡിവിജ്വൽ. ഞാൻ, നിങ്ങൾ, വരാനിരിക്കുന്നവരും വന്നവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുമായ പരകോടി മനുഷ്യരാണ് ആര്? ഐ. ഏതൊരു ഐയുടെ ഉള്ളിലും ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട്. എടാ, അത് തിരിച്ചറിഞ്ഞ മനുഷ്യന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഒരു സ്ഥലം കുറച്ച് കാലം മുമ്പ് എന്തായിരിക്കും? കുറേ കാടായിരിക്കും, എന്തെങ്കിലും പറമ്പോ കാടൊക്കെ ആയിരിക്കും അല്ലേ? കുറേ മരങ്ങളുണ്ടാവും, ആണല്ലോ, ഉറപ്പായിട്ടും. ആരോ ഒരു സ്വപ്നം കണ്ടതാണ്, നമുക്കൊരു കോളേജ് തുടങ്ങിയല്ലോ എന്ന് ആദ്യം ചോദിച്ചൊരു മനുഷ്യൻ ഉണ്ടാവില്ലേ? ആ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കൂടിയ കുറച്ചധികം മനുഷ്യന്മാരുണ്ടാവില്ലേ? അതാണ് എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ വായിച്ചിട്ട് എൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ വിഷമിച്ചൊരു സംഭവമുണ്ട്. റേഡിയം ഇന്ന് ക്യാൻസറിനുള്ള മരുന്നാണ്, അറിയാലോ, റേഡിയേഷൻ അല്ലേ? ഈ റേഡിയം കണ്ടുപിടിച്ചത് ആരാ? മേരി ക്യൂറി. എടാ, അയാൾ അവരുടെ ജീവിതം ഇങ്ങനെ പഠിച്ചു നോക്കൊണ്ടു നിങ്ങൾ. എന്തൊരു ജീവിതമാണെന്ന് അറിയോ നിങ്ങൾ? അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടുജോലിക്ക് പോയ സ്ത്രീയാ, പെൺകുട്ടിയാ. സ്വയം പഠിക്കാനല്ല, അനിയത്തി നന്നായി പഠിക്കും. അതുകൊണ്ട് അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബ വീട്ടിൽ ജോലിക്ക് പോയിട്ട് വരുമാനം ഉണ്ടാക്കി അനിയത്തിയെ പഠിപ്പിച്ച ആളാണ്. ആ കുടുംബ വീട്ടിലെ ഒരു ചെക്കനുണ്ടായിരുന്നു, അവന് ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, മേരിയെ. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല. കാരണം ഇവർ കുടുംബക്കാരൊക്കെ ആണെങ്കിലും പൈസ തീരെ ഇല്ലാത്ത ആളുകളാണ് മേരി ക്യൂറിയുടെ കുടുംബം. അതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചില്ല. ആര്? ആ വീട്ടിലെ ആള്. അതൊരു വേറൊരു ലെയറാണ് കേട്ടോ, അയാളുടെ സ്നേഹം. ഈ മേരിയോട് അയാൾക്കുണ്ടായിരുന്ന ഒരു പ്രണയമുണ്ട് കേട്ടോ. അയാൾ കാത്തിരുന്ന് മേരി ലോകം മുഴുവൻ അറിയാം. 2 പ്രാവശ്യം നൊബേൽ സമ്മാനം നേടുക. മേരി മരിച്ചുപോയി. അവിടെ ഒരു സർവകലാശാലയുടെ മുറ്റത്ത് മേരിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ അവിടെ ഒരാൾ വരും, കുറച്ച് പൂക്കൾ അവിടെ ഇങ്ങനെ വെതറിയിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നിട്ട് അയാൾ തിരിച്ചു പോകും. ആ മനുഷ്യൻ കിട്ടുന്നത് വരെയുള്ളതായിരുന്നില്ല, അത് അവസാനം വരെയുള്ളതായിരുന്നു. വല്ലാത്തൊരു സംഭവമാണ് അയാളുടെ ആ പ്രണയ കഥ എന്ന് പറയുന്നത്. മേരി അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വീട്ടുജോലിക്ക് പോയത്. അനിയത്തി പഠിക്കുന്നതിൻ്റെ കൂടെ മേരിക്ക് പഠിക്കാൻ ആഗ്രഹമായി. അങ്ങനെ മേരി പഠിക്കാൻ വേണ്ടി സ്വന്തം നാട്ടിൽ പഠിക്കാൻ കഴിയില്ലായിരുന്നു. പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേറൊരു നാട്ടിലേക്ക് പോയിട്ടാണ് പഠിക്കുന്നത്, ഫ്രാൻസിൽ പോയിട്ട്. അങ്ങനെ പഠിച്ച് അവർ റിസർച്ചുകളിൽ ഏർപ്പെട്ടു. അവർ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ റിസർച്ചുകളിൽ ഏർപ്പെടുക. ആ റിസർച്ചിനാണ് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കിട്ടുന്നത് അവർക്ക്. 1904 ഫിസിക്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് സ്ത്രീകൾക്ക് നൊബേൽ സമ്മാനം കൊടുക്കില്ലായിരുന്നു. ഇയാൾക്ക് മാത്രമാണ്, ഈ ഭർത്താവിന് മാത്രമാണ് കൊടുത്തത്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് മാത്രം തന്നാൽ ഞാൻ വാങ്ങൂല, ഓളും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാൾക്കും കൂടി കൊടുത്ത്. ഭർത്താവ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുതിരയുടെ ചവിട്ടേറ്റ് മരിച്ചുപോയി ഭർത്താവ്. അങ്ങനെ മേരി ഒറ്റക്കാവുക. 2 കുട്ടികളുണ്ട്, പഠിപ്പിക്കണ വേണ്ടിയിട്ട് കോളേജിലേക്ക് പോകണം, വരുമാനം ഉണ്ടാക്കണം, വീട് നോക്കണം, മക്കളെ നോക്കണം, എന്തൊക്കെ വേണം ഒരു ഒറ്റയ്ക്ക് ചെയ്യണം. ആ 2 കുട്ടികളെ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് കോളേജിലേക്ക് പോവുകയായിരുന്നു. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് മുടങ്ങുന്നില്ല ഒന്നും. 2 കുട്ടികളെയും ഒക്കത്ത് വെച്ചിട്ട് കോളേജിലേക്ക് പഠിക്കാൻ പോയ ആളാടാ. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ഗവേഷണങ്ങൾ പിന്നെയും തുടർന്ന് 1911 ആയപ്പോൾ നൊബേൽ സമ്മാനം പിന്നെയും കിട്ടി, കെമിസ്ട്രിയിൽ ഒറ്റക്ക്. ആ നൊബേൽ സമ്മാനം കിട്ടിയ സമയത്ത് വേദിയിൽ, നൊബേൽ സമ്മാനം കിട്ടുന്ന വേദിയിൽ മേരിയുടെ ഒരു പ്രസംഗമുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് എന്താ പറയുക, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ് കരയും.
ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് കരയും എന്ന് വിചാരിച്ചു. ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ കരഞ്ഞില്ല. ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ടാവും. അതായിരുന്നു മേരി. നിങ്ങളുടെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ റേഡിയവുമായുള്ള നിരന്തരമായ ഡീലിംഗ് ഉണ്ടല്ലോ. റേഡിയം എന്തിനുള്ള മരുന്നാണ്? ക്യാൻസറിനുള്ള മരുന്ന്. പക്ഷേ ഈ റേഡിയവുമായിട്ട് നിരന്തരമായി ഇങ്ങനെ ഡീൽ ചെയ്തതുകൊണ്ട് അതിൻ്റെ കാരണം കൊണ്ട് മേരിക്ക് ക്യാൻസർ വന്ന് അതിൻ്റെ കാരണം കൊണ്ട് മരിച്ചുപോയി. എടാ, എന്തൊരു ഷഹാദത്താണ് ആലോചിച്ച് നോക്കുക. എന്തൊരു രക്തസാക്ഷ്യമാണിത്. അവനവനു വേണ്ടിയല്ല അപരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മേരി അല്ലാതെ പിന്നെ ആരാണ് രക്തസാക്ഷി? മേരി ക്യൂറി. അമ്മക്ക് വേണ്ടിയിട്ട് അല്ലേ? അപ്പം നമ്മുടെ കയ്യിലൊക്കെ ഫോണുണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഫോണ് കണ്ടുപിടിച്ചതാരാ? അലക്സാണ്ടർ ഗ്രഹാംബെൽ എന്ന് പറഞ്ഞ ആളാണ്. അയാളിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്ര കാലം കാത്തിരുന്നിട്ടുണ്ടാവും, എത്ര പ്രിയപ്പെട്ട നിമിഷങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. എന്നിട്ടും അത് കണ്ടുപിടിച്ചതിന് ശേഷം അയാൾ ഒരിക്കൽ പോലും അയാളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. അറിയോ? അയാളുടെ അമ്മയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു, അയാളുടെ പെങ്ങക്ക് സംസാരിക്കാനും കഴിയില്ലായിരുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇത് കണ്ടുപിടിച്ചത്? നമുക്ക് വേണ്ടിയിട്ട്. എടാ, ഇങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. മനസ്സിലായോ? കടമ്മനിട്ടയുടെ ഒരു വരിയുണ്ട്, വല്ലാത്തൊരു വരി. ആകെ 4 വരിയേ ഉള്ളൂ, പക്ഷെ വല്ലാത്തൊരു വരിയാ. അദ്ദേഹം പറയാ, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങളെ അച്ഛനമ്മമാരുടെ കൂടെ അല്ലേ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ചേരാൻ വേണ്ടിയിട്ട് വന്നത് അല്ലേ? ഒറ്റയ്ക്ക് ചേരാൻ പറ്റില്ലല്ലോ. എടാ, നിങ്ങളെ ഇങ്ങനെ LKG ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോയ അതേ ആൾക്കാർ തന്നെയാണ് നിങ്ങളെ ഡിഗ്രിയിലേക്കും കൊണ്ടുവരുന്നത്. അവരുടെ ഉള്ളിൽ നിങ്ങൾ വളരില്ല. മനസ്സിലായോ? നമ്മളെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് ഒരു ചെറിയൊരു ബാൻഡ് ഉണ്ട് നമ്മളെ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? നമ്മളെ മോന് ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്നൊരു ബാൻഡാണ്. സൺ ഓഫ് ഷഫ്ന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പേരുണ്ടാവില്ലല്ലോ, കുട്ടികൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെക്കുന്നതാണ്. സൺ ഓഫ് ഷഫ്ന എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ കുട്ടി, അതായിരുന്നു പേര്. പിന്നുള്ളതൊക്കെ പിന്നുണ്ടായതാ. ഉമ്മയുടെ കുട്ടി മാത്രമായിരുന്നു, അമ്മയുടെ കുട്ടി മാത്രമായിരുന്നു. അപ്പം കടമ്മനിട്ടയുടെ വരി ഇതാണ്, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഒരുപാട് ആളുകൾ പലതും തന്നിട്ടാണ് നമ്മളിങ്ങനെ കഴിയുള്ളത്. പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അത് അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കതിന് കഴിയില്ല, എങ്ങനെ ശ്രമിച്ചാലും കഴിയില്ല. നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് തന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എൻ്റെ വാപ്പനെയും ഉമ്മനെയും നല്ലൊരു കാറിൽ കൊണ്ടുപോകാൻ പോലും എനിക്ക് പറ്റിയില്ല. അപ്പോഴേക്കും അവർ മരിച്ചുപോയി, രണ്ടാളും പോയി. അപ്പം നല്ല കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കുക, അവരെ ഒരു നല്ല കാറിൽ പോലും കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കും. ഉള്ള സമയത്ത് നമുക്കതിന് പറ്റാതെ പോകും, നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം അപ്പോഴേക്കൊക്കെ അവർ പോവും. പിന്നെ നമുക്ക് ആർക്കത് കൊടുക്കാൻ പറ്റുക? നമ്മൾ കാണുന്ന മനുഷ്യർക്ക്. അതാണ് ഞാൻ ആ 2 ഉദാഹരണങ്ങൾ പറഞ്ഞത്. മേരി ക്യൂറി ചെയ്തത് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം ഇവിടെ എത്രയേറെ സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ സ്വപ്നം കണ്ട മനുഷ്യർ അവർക്ക് വേണ്ടി ജീവിച്ചുകൂടായിരുന്നോ? ഒരു വലിയ മനുഷ്യൻ്റെ പേര് നേരത്തെ അവിടെ ഉയർന്നു കേട്ടില്ലേ? ജമാൽ സാഹിബ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഇവിടെ. ഒരു മനുഷ്യനല്ല, ഒരു പ്രസ്ഥാനം. ഒരൊറ്റ മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു പ്രസ്ഥാനമായി മാറിയ കഥയായിരുന്നു അത്. ഒരു മരം, ഒരു കാടായ ചരിത്രമായിരുന്നു അത്. അവരൊക്കെ അവർക്ക് വേണ്ടി ജീവിച്ചുകൂടായിരുന്നോ? അവർ മറ്റുള്ള മനുഷ്യരെ കൂടി ആലോചിച്ചത് കൊണ്ടാണ് ലോകത്ത് ഇങ്ങനെ പലതുമൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ നാട്ടിൽ ഏറ്റവും വലിയ മാളിലേക്ക് പോകുന്നു, ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്നു. അങ്ങനെ നിങ്ങളിങ്ങനെ ഷോപ്പ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ വാഷ്റൂമിലേക്ക് പോകുന്നു. വാഷ്റൂമിൽ നിങ്ങൾ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലും, അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്.
നീല വസ്ത്രമൊക്കെ ഇട്ട് ഒരാളിങ്ങനെ മോപ്പ് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് എന്തിനാണെന്നറിയാം? എടാ, നമ്മുടെ മാലിന്യങ്ങൾ വൃത്തിയാക്കാനാണ് ഈ പോകുന്നത്. ആ മനുഷ്യനും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണിൽ വലിയൊരു മനുഷ്യനാണ്. അയാളുടെ മക്കൾ അയാളെ കാത്തിരിക്കുന്നുണ്ട്. അയാളൊന്ന് വരാൻ വൈകിയാൽ പിടയുന്ന ഒരമ്മയോ ഉമ്മയോ ഒക്കെ അയാൾക്കുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണിൽ വലിയൊരു മനുഷ്യനാണ്. മനുഷ്യന്മാരെ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാനൊന്നും പറ്റില്ല, വെറുതെ പറയണോ? എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന വേറൊരു സാധനമുണ്ട്, അതിൻ്റെ പേരാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആകെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അതാണ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് ആദ്യമായി വരുമ്പോഴും അവസാനമായിട്ട് പോകുമ്പോഴും നമുക്ക് വിഷമം വരുന്നൊരു സ്ഥലമുണ്ട്, അത് ക്യാമ്പസാണ്. ആദ്യമായിട്ട് വരുമ്പോഴും മനസ്സിങ്ങനെ വിങ്ങും, അവസാനമായിട്ട് പോകുമ്പോഴും മനസ്സ് വിങ്ങും. ആദ്യമായിട്ട് വരുമ്പോൾ വിങ്ങുന്നത് എന്തുകൊണ്ടാണ് അറിയാം? നമുക്ക് ഒരു പരിചയമില്ല, ഭയങ്കര അപരിചിതത്വമാണ്. ഒരാളെ അറിയില്ല, ഒരു മനുഷ്യനെ അറിയില്ല. ഇങ്ങനെ അപരിചിതമായൊരു കാട് പോലെ അനുഭവപ്പെടും. അവസാനമായിട്ട് പോകുമ്പോഴോ നമുക്ക് വിടാൻ തോന്നില്ല. ഇവിടുത്തെ ഒരു പുൽക്കൊടിയെപ്പോലും നമുക്കറിയാമെന്ന് പറയില്ല, അങ്ങനെ നമുക്കറിയും. ഇവിടുത്തെ ഓരോ മനുഷ്യനെയും അറിയും. ഈ പ്രദേശം അത്രയധികം നമ്മുടെ ഉള്ളിനോട് ചേർന്ന് കിടക്കും. അവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് ആകെ ഉണ്ടാക്കാൻ കഴിയുന്നത് ഓർമ്മകളാണ് കേട്ടോ, ശരിക്കും ഓർമ്മകളാണ്. കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ ഈ മുട്ടിലൂടെ ഇങ്ങനെ പോകുന്നെന്ന് വിചാരിച്ചുള്ളൂ. മൈസൂരിലേക്കൊക്കെ നിങ്ങളിങ്ങനെ ആ റോട്ടിലൂടെ പോകുകയാണെന്ന് വിചാരിച്ചുള്ളൂ. കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങളിവിടുന്ന് പഠനമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് നിങ്ങളെ കല്യാണം കഴിഞ്ഞ് മക്കളായി ഇണകളായി നിങ്ങളൊരു കാറിലിങ്ങനെ പോവുക കേട്ടോ. ആ സമയത്ത് നിങ്ങൾ ഈ കോളേജിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറയും, ഇവിടെ ഇരുന്നു അമ്മ പഠിച്ചത്, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു അച്ഛൻ്റെ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നിങ്ങളിങ്ങനെ ചൂണ്ടും. എടാ, അങ്ങനെ ചൂണ്ടി കാണിക്കുമ്പോഴേ നിങ്ങളെ മനസ്സിലേക്ക് രണ്ട് സാധനങ്ങളാണ് വരിക. കുറച്ച് ഓർമ്മകൾ വരും, കുറച്ച് മുഖങ്ങളും വരും, കുറച്ച് മനുഷ്യന്മാർ വരും. എല്ലാവരും വരില്ല, കുറച്ച് മനുഷ്യന്മാർ വരും, കുറച്ച് നിമിഷങ്ങളും വരും. നിങ്ങൾ അതിനു വേണ്ടി അങ്ങോട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പുതിയ നിങ്ങളെ കൊത്തിയുണ്ടാക്കാനുള്ള ശില്പവിദ്യ തേടിയാണ് നിങ്ങളിങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പുതിയ നിങ്ങളെ നിങ്ങൾ കണ്ടെത്തും, അല്ലെങ്കിൽ കണ്ടെത്താൻ ആരെങ്കിലും നിങ്ങളെ സഹായിക്കും. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു കലാലയത്തിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. സൗഹൃദമാണ് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. പ്രേമം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? അതിൽ നിവിൻ പോളിക്ക് കുറേ പ്രണയങ്ങളാണ്, സീരീസ് ഓഫ് പ്രണയമാണ്. 3 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അതിലേറെ ഉണ്ടാവും. ചുരുങ്ങിയത് 3 ഉണ്ട് എന്നാണ് അൽഫോൺസ് പുത്രൻ ഉദ്ദേശിച്ചത്. ചുരുങ്ങിയത് 3 ഉണ്ട്. സ്കൂൾ പഠിക്കണ കാലത്ത് ഒരു മേരിയുണ്ട്, പിന്നെ കോളേജ് പഠിക്കണ കാലത്ത് കുറച്ച് അപകടകരമായൊരു പ്രണയമുണ്ട്, പിന്നെ വേറെ ഉണ്ടോ? അങ്ങനെ ഏതൊക്കെ ഉണ്ട്. പ്രണയങ്ങളിങ്ങനെ മാറി മാറി വരിക. അവസാനം അയാൾ കല്യാണം കഴിക്കുന്നത് ആരെയാണെന്നറിയോ? അയാൾ ആദ്യമായി പ്രണയിച്ച ആളുടെ ചെറിയ അനിയത്തിയെയാണ് കല്യാണം കഴിക്കുന്നത്. അയാളുടെ പ്രണയങ്ങളൊക്കെ മാറി മാറി മറിഞ്ഞ്, പക്ഷെ രസകരമായ കാര്യം എന്താ അറിയോ? അയാളുടെ സുഹൃത്തുക്കൾ മാറിയിട്ടില്ല. അയാളുടെ കോളേജിൻ്റെ മുന്നേ സ്കൂൾ കാലത്ത് കുട്ടിക്കാലം മുതലുള്ള അയാളുടെ ചങ്ങാതിമാരില്ലേ, ആ ചങ്ങാതിമാർ കല്യാണത്തിന് ജോർജും ഭാര്യയും സ്റ്റേജിൽ നിൽക്കുമ്പോഴും താഴെ ഉണ്ട് ആ 2 ചങ്ങാതിമാർ. പ്രണയങ്ങളൊക്കെ മാറി, കാലത്തിനനുസരിച്ച്, പ്രായത്തിനനുസരിച്ച്, വിവേകത്തിനനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച്, സങ്കല്പങ്ങൾക്കനുസരിച്ച് പ്രണയങ്ങൾ മാറി. സൗഹൃദം അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയില്ല. പ്രണയം എന്ന് പറയുന്നത് കുപ്പിയിൽ അടച്ചിട്ട കുറച്ച് വെള്ളമാണ്. നല്ല കളർ വെള്ളമാണ് കേട്ടോ, നല്ല രസമുള്ള വെള്ളമാണ്, പക്ഷെ കുപ്പിയിൽ അടച്ചിട്ട വെള്ളമാണ്. സൗഹൃദം എന്ന് പറയുന്നത് എന്താ അറിയോ? അതൊരു സമുദ്രമാണ്. ഒന്ന് ശരിയോ ഒന്ന് തെറ്റും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചേട്ടാ. പ്രണയം എന്ന് പറഞ്ഞാൽ കുപ്പിയിൽ അടച്ചിട്ട കുറച്ച് വെള്ളമാണ്. നല്ല കളർ വെള്ളമാണ്, ഭയങ്കര രസമുള്ള വെള്ളമാണ്, പക്ഷെ കുപ്പിയിൽ അടച്ചിട്ട വെള്ളമാണത്. സൗഹൃദം എന്ന് പറഞ്ഞാൽ
അതൊരു സമുദ്രവുമാണ്. അതാണ് പ്രത്യേകത. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന മനുഷ്യർ, നിങ്ങൾ അതിനെന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല, നിങ്ങളെ കണ്ടെത്താൻ, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു നിങ്ങളില്ലേ, അതിനെ കണ്ടെത്താൻ സഹായിക്കുന്ന മനുഷ്യരെ കണ്ടെത്തുന്ന ഒരിടമായി ഈ ക്യാമ്പസ് മാറട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട്, നിങ്ങൾക്കെല്ലാ നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട്, ജമാൽ സാഹിബ് എന്ന വലിയ മനുഷ്യനെ പ്രാർത്ഥനാപൂർവം ഉള്ളിൽ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ സാറിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സാറ് മറ്റേ ജോർജിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞില്ലേ, ആ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞത്. അപ്പോൾ സാറിന് കുറേ ഫ്രണ്ട്സ് ഇല്ലേ, അപ്പം അതിൽ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് തോന്നിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യണം, ലൈക്ക് ഒരു വാല്യൂ കൊടുക്കണം എന്ന് തോന്നാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ടാവില്ല, അതൊന്ന് പറഞ്ഞുതരുമോ? അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമുക്ക് ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഓരോരോ ആളാണല്ലോ, അല്ലേ? ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഞാൻ ശരിക്കും ഞാനല്ലല്ലോ. എനിക്ക് വേറെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഞാൻ വളരെ മര്യാദക്കാരനായ, വളരെ മാന്യനായ ഒരാളായിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് അത് ആവശ്യമില്ലാത്ത ഒരേ ഒരു സ്ഥലമാണ് ആര്? നമ്മുടെ സുഹൃത്ത് എന്ന് പറയാം. അപ്പോൾ എനിക്ക് ഞാനായിരിക്കാൻ സ്വാതന്ത്ര്യം തരുന്നത് ആരാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളായിരിക്കാൻ സ്വാതന്ത്ര്യം തരുന്ന, നമ്മൾ ജഡ്ജ് ചെയ്യില്ല. അതാണ്. അതെ അമ്മ, നമ്മൾ ജഡ്ജ് ചെയ്യില്ല. ഒരാളെ കൊലപ്പെടുത്തിയിട്ടും കയറി ചെല്ലാൻ പറ്റുന്ന, ഇപ്പം ഞാനൊരാളെ കൊന്നടാ എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്ന് പറയുമ്പോഴും, കുമ്പസാരക്കൂട് പോലെ ചെന്ന് കയറാൻ പറ്റുന്ന ചില മനുഷ്യന്മാരുണ്ട്. എന്നാൽ നമ്മളെ ജഡ്ജ് ചെയ്യില്ല. നാട്ടുകാരൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ ജഡ്ജ് ചെയ്യാത്ത മനുഷ്യരെ നമുക്ക് വിടാൻ തോന്നില്ലല്ലോ. നമ്മളൊരു സ്പീച്ചിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എലിഫ് ഷഫാഖിൻ്റെ ഒരു പുസ്തകമുണ്ട്, 40 Rules of Love എന്ന് പറഞ്ഞത്. കേട്ടിട്ടുണ്ടോ അത്? ആ ഗംഭീര പുസ്തകമാണ് കേട്ടോ. ഈ അടുത്തത് മലയാളത്തിൽ വന്നത്. അതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് അത് ഭയങ്കരമായിട്ട് വായിക്കപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും ഒരാൾ വരും, ആരെങ്കിലുമായിട്ടൊരാൾ വരും എന്നാണ്. എല്ലാം ഇണങ്ങിയ നമുക്ക് ചേരുന്ന മനുഷ്യൻ, അതാണ് എക്സാക്റ്റ് അതിൻ്റെ ഒരു വേർഡ്. അയാൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഞാൻ അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും കാലം. അയാൾ വരുന്നതിന് മുന്നേ എനിക്കൊരു ശൂന്യത ഉണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയണത് അയാൾ വന്നു കഴിഞ്ഞതിന് ശേഷമായിരുന്നു. അപ്പം അങ്ങനെ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എൻ്റെ ലൈഫിലേക്ക് ഒരു ചങ്ങാതിയേക്കാൾ എനിക്കങ്ങനെ കിട്ടിയ 2 മനുഷ്യന്മാരുണ്ട്. സുഹൃത്ത് എന്ന് പറയാൻ കഴിയില്ല. ഒരാൾ ഒരു ഗുരുസ്ഥാനീയനാണ്, എൻ്റെ ഗുരു എന്ന് പറയും. എനിക്കൊരു പള്ളിയിലെ ഒരു അച്ഛനാണ്, ഒരു ഫാദറാണ്. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മുന്നിലിപ്പോൾ ഞാനിങ്ങനെ നിൽക്കില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ ആകെ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെ അയാളുടെ വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ട് ആകെ മാറ്റിമറിച്ചു. പിന്നെ ഒരാൾ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് തന്ന എൻ്റെ പാർട്ട്ണറാണ്, ലൈഫ് പാർട്ട്ണറാണ്. അവളെപ്പോലെ ഒരാളെ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വേറൊന്നാകുമായിരുന്നു. അതുകൊണ്ട് സുഹൃത്ത്, ഈ 2 ആളെയും നമുക്ക് സുഹൃത്ത് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ സൗഹൃദമാണ് കേട്ടോ ഏറ്റവും, ഈ കല്യാണം കഴിക്കാനൊക്കെ ഏറ്റവും നല്ലത് സുഹൃത്തുക്കൾ തമ്മിലാണ്. നിങ്ങൾ വിചാരിക്കും പ്രണയിച്ച ആളുകൾ തമ്മിലാണ് കല്യാണം കഴിക്കാൻ നല്ലത്. എന്നാൽ ഞാൻ എൻ്റെ കേസ് ഹിസ്റ്ററി നിങ്ങൾക്ക് തരാം. എൻ്റെ അടുത്ത് വന്ന ആൾക്കാരില്ലേ, കാണാൻ വേണ്ടി വരുന്ന ആളുകളില്ലേ, സാറിനൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വരില്ലേ, പ്രണയിച്ച് കല്യാണം കഴിഞ്ഞ് 1-2 വർഷം കൊണ്ടോ അതിൻ്റെ മുന്നോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് തീർന്ന ആളുകൾ, അതല്ലാതെ കല്യാണം കഴിച്ചവരുണ്ട്, അറേഞ്ച്ഡ് മാരേജുണ്ട്. പക്ഷെ അറേഞ്ച്ഡ് മാരേജ് കല്യാണം കഴിച്ചതിനേക്കാൾ മെച്ചം പ്രണയവിവാഹത്തിൽ കാണാനില്ല. വലിയ നിരാശയുള്ളൊരു കാര്യമല്ലേ അത്? ലോകത്തെ നല്ല നല്ല പ്രണയങ്ങളില്ലേ, അതോ അവരൊന്നും കല്യാണം കഴിച്ചിട്ടില്ല.
കല്യാണം കഴിച്ച പ്രണയങ്ങളൊന്നും നല്ല കഥകളും പറഞ്ഞു തന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കല്യാണം കഴിക്കാനൊക്കെ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? സുഹൃത്തുക്കൾ തമ്മിലാണ്. സീരിയസ്ലി സുഹൃത്തുക്കൾ തമ്മിലാണ് കല്യാണം കഴിക്കാൻ ഏറ്റവും നല്ലത്. കാരണം കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, രണ്ടാളുടെ ഇടയിൽ വർക്കാവേണ്ട സാധനം സൗഹൃദമാണ്. സൗഹൃദം എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റേ ആളുടെ അവസ്ഥകളെ മനസ്സിലാക്കലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളായിരിക്കാനുള്ള ഒരു ഇടം കിട്ടുന്നൊരു സ്ഥലമല്ലേ സൗഹൃദം. ആ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക സൗഹൃദമാണ് വർക്കാവുന്നത്. കാരണം പ്രണയം ഒരു ഇല്യൂഷനാണ്, അതിനൊരുപാട് ഭാവനയൊക്കെ ഉണ്ട്. കല്യാണം ഒരു റിയാലിറ്റിയാണ്. മനസ്സിലായോ? പ്രണയിക്കണ കാലത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജും കല്യാണം കഴിഞ്ഞിട്ട് കിട്ടുന്ന മെസ്സേജുകളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. പ്രണയിക്കുന്ന കാലത്ത് കിട്ടുന്ന നല്ല നല്ല മെസ്സേജ് ആയിരിക്കും, നമ്മളിങ്ങനെ കോരിത്തരിപ്പിക്കുന്ന മെസ്സേജ് ആയിരിക്കും. കല്യാണം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെയൊക്കെയാണ് വരിക. കാരണം അതൊരു റിയാലിറ്റിയാണ് കല്യാണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, അതിങ്ങനെ പലപ്പോഴും വലിയൊരു സക്സസ് അതിനകത്ത് കാണുന്നില്ല. എന്നാൽ സക്സസ് ആയ എത്രയോ പ്രണയ വിവാഹങ്ങൾ ഉണ്ടാവും കേട്ടോ, ധാരാളമുണ്ട്, എനിക്കറിയുന്നവരനുണ്ട്. പക്ഷെ അറേഞ്ച്ഡ് മാരേജിനേക്കാൾ മെച്ചം അതിൽ കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം സുഹൃത്തുക്കൾ തമ്മിൽ കല്യാണം കഴിച്ചത് എനിക്കറിയാം, നേരിട്ടറിയുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് അവർ പോകുന്നുണ്ട്. കാരണം അവരുടെ ഇടയിൽ ആ സ്പേസ് അവിടെ കിടക്കും, അതെങ്ങോട്ടും പോകില്ല. ഹായ് സർ, സാറ് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ സാർ ഈ ജേണിയിലേക്ക്, ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവാനുള്ള ഈ ഒരു ജേണിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറയാമോ? ഒരു പ്രഭാഷകനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അത് വന്ന് ചേർന്നതാണ്. ഞാൻ ആഗ്രഹിച്ചത് എഴുത്തുകാരനാകണമെന്നായിരുന്നു. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ എഴുത്തുകാരനാകണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ എഴുത്തുകാരായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാനൊരു എഴുത്തുകാരിയെ കാണാൻ പോയി. അവരോടുള്ള എന്താ അതിന് പറയുക, നമ്മളിങ്ങനെ പിരിശം എന്ന് പറയില്ല, ഭയങ്കര പിരിശം എന്ന് പറയില്ല, എടാ ഒടുക്കത്തൊരു സ്നേഹമില്ല, അതുകൊണ്ട് പോയി. അന്നവരെ കാണാൻ എളുപ്പമായിരുന്നില്ല, അവരുടെ ഫാമിലിക്ക് പോലും അവരെ കാണാൻ ഈസി ആയിരുന്നില്ല, അവരുടെ ലൈഫിൽ ചില ചേഞ്ചൊക്കെ വന്ന സമയമാണ്. പക്ഷേ എനിക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് അവരെ കാണാനുള്ള അവസരം ഉണ്ടായി. അങ്ങനെ ഞാൻ എറണാകുളത്ത് പോയി, കളമശ്ശേരി എന്ന് പറയുന്നൊരു, കളമശ്ശേരിയല്ല കടവന്ത്രയിലെ ഫ്ലാറ്റിലേക്ക് കയറി ചെന്ന്. അപ്പോൾ അവിടെ അവരുടെ സെക്രട്ടറി ഉണ്ട്, അവരെന്നോട് പറഞ്ഞു, പിന്നെ 20 മിനിറ്റ് കേട്ടോ, അതിലേറെ നിൽക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 20 മിനിറ്റ് മതി. അങ്ങനെ 20 മിനിറ്റ് നേരം ഞാൻ ആ എഴുത്തുകാരിയോട് സംസാരിച്ചു. മാഡം എന്ന് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എണീച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു പോകണ്ട, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 20 മിനിറ്റ് 2.5 മണിക്കൂറായി. എന്നോട് പറഞ്ഞു മാഡം എന്ന് വിളിക്കണ്ട, അമ്മ എന്ന് വിളിച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പറഞ്ഞ്. അവർ വീൽ ചെയറിലാണ്, ഞാൻ ചെയറിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. എനിക്കിങ്ങനെ ഭക്ഷണം വാരി തന്നു അവർ. ആ 2.5 മണിക്കൂർ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളും നോവലുകളും ഓർമ്മകളും എഴുതിയ ആളുടെ അതേ വിരൽ കൊണ്ടാണ് എനിക്ക് ചോറ് വരുത്തുന്നത്. അവരെൻ്റെ നെറ്റിയിൽ വെച്ച ചുംബനം ഈ ആയുസ്സുള്ള കാലം അത്രയും മാഞ്ഞു പോവില്ല. ആ എഴുത്തുകാരിയുടെ പേര് മാധവിക്കുട്ടി എന്നായിരുന്നു. സ്നേഹത്തിൻ്റെ നമ്മളിങ്ങനെ ഒരു സ്നേഹം എന്ന് പറഞ്ഞൂടെ, ഒരു വാത്സല്യത്തിൻ്റെ അങ്ങനെ ഒരു വലയമായിരുന്നു, ഒരു വലയം. പറയുമ്പോൾ പോലും എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴടുത്ത് പോയി, തിരുവനന്തപുരത്താണ് ഇത് ഖബർ കാണാൻ വേണ്ടി പോയി. ഇനിയും വരണം എന്നോട് അന്ന് പറഞ്ഞിരുന്നു, പക്ഷേ പിന്നെ പോകാനോ പറ്റാത്ത വിധം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ ഭൂമിയെ ഉപേക്ഷിച്ച് തിരിച്ചുപോയി. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ ഉള്ളിൽ കയറിയത് എഴുത്തുകാരനാകണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പം എനിക്ക് 40 വയസ്സ് കഴിഞ്ഞ് 16 പുസ്തകങ്ങൾ എഴുതി പൂർത്തിയാക്കാൻ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ ഈ പ്രസംഗം ഒരു പേടിയുള്ളൊരു കാര്യമാണ്.
അതുകൊണ്ടാണ് പ്രസംഗത്തിനും പ്രസവത്തിനും ഇംഗ്ലീഷിൽ ഒരേ വാക്കാ പറയുക, ഡെലിവറി എന്ന് പറയും. പറയില്ലേ, ഡെലിവേർഡ് സ്പീച്ച് എന്നാണ് പറയുക. കാരണം ഇത് തീരുന്നത് വരെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു വാക്ക് പറഞ്ഞ് അടുത്ത വാക്ക് തൊട്ടുടനെ പറയണം, ചിന്തിക്കാൻ സമയമില്ല. പക്ഷെ എഴുതുമ്പോൾ നമുക്കൊരു വരി എഴുതി അടുത്ത വരി അടുത്ത കൊല്ലം എഴുതിയാലും മതി, നമ്മൾ അതിനകത്തൊരു ഫ്രീഡം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ എത്തി എന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മുടെ തീരുമാനമോ ഒന്നുമല്ല, അത് അവിടെ നിന്നുള്ള തീരുമാനമാണ് അല്ലേ. നമ്മുടെ കർമ്മം ചെയ്യാന്നുള്ള, ഈശ്വരൻ നമുക്കൊക്കെ ഓരോ ധർമ്മവും കർമ്മവും തരുന്നുണ്ട്. ആ കർമ്മത്തോട് 100% സിൻസിയർ ആവുക, അതാണ് സിൻസിയറായിട്ട് അത് ചെയ്യുക. അതുകൊണ്ട് ഞാനൊരു പ്രഭാഷകനാകണമെന്ന് ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. കാരണം വീട്ടിലേക്കൊരു വിരുന്നുകാർ വന്നാൽ റൂമിൽ നിന്ന് ഇറങ്ങാത്ത ആളായിരുന്നു. എടാ ഞാൻ 10ാം ക്ലാസ് തോറ്റ ആളാ. അതെന്തുകൊണ്ടറിയോ? ജയിച്ചു കഴിഞ്ഞാൽ ഉമ്മൻ്റെ അടുത്തുനിന്ന് പോകേണ്ടിയിരുന്നു വിചാരിച്ചിട്ട്. കാരണം കുറേ ദൂരെ ഒരു സ്ഥലത്ത് എന്നെ കോളേജിൽ ചേർക്കുമെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞിരുന്നു. അപ്പം ജയിച്ചു കഴിഞ്ഞാൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഹിസ്റ്ററി പരീക്ഷ എഴുതാതെ പോന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന പരീക്ഷ. അപ്പോൾ അത്രയും എന്താ പറയുക, ഉൾവലിഞ്ഞൊരു ആളായിരുന്നു. പക്ഷെ പഠിച്ചോ കൊണ്ടുപോയിട്ടത് മുഴുവനും മനുഷ്യന്മാരുടെ ഇടയിലേക്കാണ്. അപ്പോൾ അതൊരു നിയോഗമാണ്, നമ്മുടെ തീരുമാനമല്ല, പഠിച്ചോൻ തരുന്ന നിയോഗമാണ്. ആ നിയോഗത്തെ നമ്മൾ തിരിച്ചറിയുക, സിൻസിയർ ആവുക, ജെന്യൂൻ ആവുക, നമ്മുടെ കർമ്മം നിർവഹിച്ച് തിരിച്ചു പോവുക. താങ്ക് യു വെരി മച്ച്.